ഇന്ന് നമുക്ക് ജനുവരി 4 ചില ആനുകാലിക സംഭവങ്ങൾ കേൾക്കാം. ജനുവരി 4 ലോക ബ്രെയിൽ ദിനം. ജനുവരി 4 വേൾഡ് ബ്രെയിൽ ഡേ. എന്താണ് ബ്രെയിൽ? വാട്ട് ഈസ് ബ്രെയിൽ? അന്ധരോ കാഴ്ചക്കുറവോ ഉള്ള ആളുകൾക്ക് വിരലുകൾ ഉപയോഗിച്ച് വായിക്കാൻ കഴിയുന്ന ഉയർത്തിയ ഡോട്ടുകളുടെ ഒരു സംവിധാനമാണ് ബ്രെയിൽ. Braille is a system of raised dots can be read with the fingers by people who are blind or who have low vision. ജനുവരി 4 ലോക ബ്രെയിൽ ദിനം ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? Why is Braille Day celebrated on January 4? ഈ എഴുത്തു സമ്പ്രദായത്തിന്റെ സൃഷ്ടാവായ ലൂയിസ് ബ്രെയിലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനാലാണ് ജനുവരി 4 ഇത് ആഘോഷിക്കുന്നത്. 1809 ഫ്രാൻസിൽ ജനിച്ചു. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ ജനുവരി 4 because the day marks the birthday of Louis Braille, the creator of this writing system. He was born in France in 1809. ആദ്യമായി ലോക ബ്രെയിൽ ദിനം ആഘോഷിച്ചത് എപ്പോഴാണ്? When was the first World Braille Day celebrated? 2019. കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ആര്? Who gave notice for the resolution against Speaker പി ശ്രീരാമകൃഷ്ണൻ? എം ഉമ്മർ MLA. ബഹിരാകാശത്തിലുള്ള അവശിഷ്ടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 2023 മരം കൊണ്ടുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തീരുമാനിച്ച രാജ്യം? Which country has decided to launch wooden satellites by 2023 to solve the problems of space debris? ജപ്പാൻ. പാകിസ്ഥാനി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി 50% സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന അമേരിക്ക ഏർപ്പെടുത്തിയ നിയമം ഏത്? Which law was enacted by the United States to provide 50% scholarship for the education of Pakistani women? Malala Yousafzai Scholarship Act.